കടൈനല്ലൂർ തമിഴ്നാട്ടിലെ ഒരു സ്ഥലം. ഇതിന്റെ അതിർത്തി പ്രദേശം കാണാൻ ചെടിയും മരങ്ങളും കൊണ്ട് വളരെ മനോഹരമായി കാണപ്പെടും. ആ നാട് കൈത്തറി വസ്ത്രങ്ങൾ, ധാന്യം, നാരങ്ങ, മൺപാത്രങ്ങൾ ഇവയ്ക്കെല്ലാം വലിയ ഫേമസ് ആയിരുന്നു. അതിനാൽ ആ നാട് കാണാനും അത്രയേറെ മനോഹരമായിരിക്കും. ഈ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ് വലസായി. ഈ ഗ്രാമത്തിന്റെ പുറത്ത് ആരും ഉപയോഗിക്കാത്ത പാഴടഞ്ഞ ഒരു കിണറുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഈ കിണറിൽ നിന്നും ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. അതൊരു പെൺകുട്ടിയുടെ ശരീരമായിരുന്നു. ആരോ ചാക്കിൽ കെട്ടി കിണറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഡെഡ് ബോഡിയിൽ നിന്നും പോലീസിന് ചില സൂചനകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അത് മരിച്ചത് ഒരു ചെറിയ പെൺകുട്ടി, 20-25 വയസ്സിനുള്ളിൽ മാത്രമേ പ്രായം കാണുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അതിൽ MV എന്നെഴുതിയിരുന്നു. അതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹാർട്ട് സിംബലും ഉണ്ടായിരുന്നു. ഈ 2 തെളിവുകൾ മാത്രമേ പോലീസിന് ലഭിച്ചുള്ളൂ. ഈ പെൺകുട്ടി ആരാണ്? ഏത് നാട്ടിലുള്ളതാണ്? ആരാണ് ഈ പെൺകുട്ടിയെ കൊന്നത്? എന്തിനാണ് കൊന്നത്? ഒന്നും തന്നെ അറിയില്ല. ഈ തെളിവുകൾ മാത്രം ഉപയോഗിച്ച് പോലീസ് എങ്ങനെ ഈ ഒരു കേസ് സോൾവ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോലീസ് പെൺകുട്ടിയുടെ ശരീരം ആ കിണറിൽ നിന്നും പുറത്തേക്ക് എടുത്ത ഉടൻ തന്നെ ആദ്യം ചെയ്തത് ആ നാട്ടിലുള്ള CCTV ക്യാമറകളെല്ലാം തന്നെ പരിശോധിക്കാൻ തുടങ്ങി. അതേസമയം തൊട്ടടുത്ത ഗ്രാമത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടോ, മിസ്സിംഗ് കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. എന്നാൽ അങ്ങനെ കിട്ടിയ മിസ്സിംഗ് കംപ്ലയിൻറ്റ്സ് പരിശോധിക്കുന്ന സമയത്ത് അതൊന്നും ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയുമായി മാച്ച് ആയില്ല. ഇപ്പൊ പോലീസ് അവരുടെ പരിശോധന കുറച്ചുകൂടി ഒന്ന് തീവ്രമാക്കി. തൊട്ടടുത്ത ജില്ലകളിലുള്ള മിസ്സിംഗ് കംപ്ലയിൻറ്റ്സും പരിശോധിക്കുന്നു. അപ്പോൾ അവർക്കൊരു വലിയ തെളിവ് ലഭിക്കുന്നു. ശിവഗംഗയിലെ ഇരുവാണിവയൽ എന്ന ചെറിയ ഗ്രാമത്തിൽ വിനോദിനി എന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് 19 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ പെൺകുട്ടിയുടെ കയ്യിലും MV എന്ന ഒരു ടാറ്റു ഉണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടിയാണോ ഇവിടെ കിണറിൽ നിന്നും കിട്ടിയ പെൺകുട്ടി എന്നത് പോലീസിനിപ്പോൾ കൺഫേം ചെയ്യണം. ആ ടാറ്റു ഉപയോഗിച്ച് തന്നെ മരിച്ചത് വിനോദിനി തന്നെയാണെന്ന് കൺഫേം ചെയ്തു. ഉടൻ തന്നെ പോലീസ് വിനോദിനിയുടെ ഫോൺ കോൾ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. 4 മാസങ്ങൾക്ക് മുൻപാണ് വിനോദിനിക്ക് വിവാഹം കഴിഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 4 മാസങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ആര് കൊന്നിരിക്കും? അവളുടെ സ്ഥലം ശിവഗംഗയാണ്. എന്നാൽ അവളുടെ ഡെഡ് ബോഡി കിട്ടിയത് തെങ്കാശിയിൽ നിന്നാണ്. രണ്ടിനും 200 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എവിടെയോ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പോലീസിനെ കേസിൽ പതിയെ പല തെളിവുകൾ ലഭിച്ചത്. അവളുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തിന് അടുത്തുള്ള പല CCTV ഫുട്ടേജസ് പോലീസ് പരിശോധിച്ചല്ലോ. അതിൽ നിന്നും വിനോദിനി ഇടയ്ക്കിടയ്ക്ക് ആരോ ഒരാളുമായി ബൈക്കിൽ ആ സ്ഥലത്ത് കറങ്ങാറുണ്ട് എന്നുള്ളത് കണ്ടെത്തി. എന്നാൽ അതിലുള്ളത് അവളുടെ ഭർത്താവല്ല, മറ്റൊരാളാണ്. രണ്ടാമത്തെ കാര്യം, വിനോദിനിക്ക് 4 മാസങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞല്ലോ. അതൊരു നിർബന്ധിത വിവാഹമായിരുന്നു. അവൾക്ക് ആ വിവാഹത്തിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് ആ വിവാഹത്തിന് മുൻപ് 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനോരഞ്ജിത്ത് എന്നയാളുമായി പ്രണയത്തിലാണ്. ഈ മനോരഞ്ജിത്തിനെ വിനോദിനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയം. ഇൻസ്റ്റഗ്രാമിൽ വിനോദിനി വളരെ ആക്റ്റീവാണ്. അവളുടെ പോസ്റ്റിനോ റീൽസിനോ മനോരഞ്ജിത്ത് ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കമൻറ്റിന് വിനോദിനി റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ഇൻസ്റ്റഗ്രാം വഴി സംസാരിക്കാൻ തുടങ്ങി, പരിചയപ്പെടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഫോൺ നമ്പർ കൈമാറി. രണ്ടുപേരും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. ആ പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വിനോദിനി അവരുടെ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരം കയ്യിൽ പച്ചകുത്തിയിരുന്നു. അത്രത്തോളം പ്രണയം മുന്നോട്ട് പോയി. അവളുടെ കയ്യിലെ MV എന്ന ടാറ്റു, M എന്നത് മനോരഞ്ജിത്തും V എന്നത് വിനോദിനിയും. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിന് ശേഷം വിനോദിനി ഇടയ്ക്കിടയ്ക്ക് മനോരഞ്ജിത്തിന്റെ നാട്ടിൽ പോയി അവനെ കാണും. മനോരഞ്ജിത്തും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിനോദിനിയുടെ നാട്ടിൽ വന്ന് അവളെ കാണും. പ്രധാനമായും ഉത്സവ സമയങ്ങളിലാണ് രണ്ടുപേരും പരസ്പരം കാണാറുള്ളത്. അവസാനമായി വിനോദിനി മനോരഞ്ജിത്തുമായാണ് വലാസ എന്ന സ്ഥലത്ത് പോയത് എന്നുള്ളതും കണ്ടെത്തി. വിനോദിനിക്ക് വിവാഹം കഴിഞ്ഞു, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് മനോരഞ്ജിത്തുമായി ബൈക്കിൽ കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരുടെയും പ്രണയം ചില മാസങ്ങൾക്ക് മുൻപ്, അവളുടെ വിവാഹത്തിന് മുൻപ് തന്നെ അവളുടെ വീട്ടുകാർ അറിഞ്ഞു. അത് മനസ്സിലായ ഉടനെ അവളുടെ വീട്ടിൽ വലിയ പ്രശ്നമായി.
അവനെ മറക്കണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവൾക്കത് കഴിയില്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അവൾ ആ വിവാഹത്തെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവളെ കൊണ്ടായില്ല. അങ്ങനെ 4 മാസങ്ങൾക്ക് മുൻപ് അവളുടെ വിവാഹവും കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞതറിഞ്ഞ മനോരഞ്ജിത്ത് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഉടനെ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തുകയും അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം വിനോദിനിയും മനോരഞ്ജിത്തും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, വിവാഹത്തിന് ശേഷവും. ചില ന്യൂസ് മീഡിയാസ് പറയുന്നത് അവൾ മനോരഞ്ജിത്തുമായി സംസാരിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ കുടുംബം അറിഞ്ഞു. അത് കഴിഞ്ഞ് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തെങ്ങനെയായാലും അവൾ വീണ്ടും മനോരഞ്ജിത്തുമായി തന്നെ ജീവിക്കാൻ തുടങ്ങി. ആരോടും പറയാതെ അവൾ വീട്ടിൽ നിന്നും ഒളിച്ചോടി. ഇതിന് ശേഷമായിരുന്നു അവളുടെ ശരീരം ആ കിണറിൽ നിന്നും കണ്ടെത്തിയത്. ഇപ്പൊ പോലീസ് ചിന്തിച്ചത് മനോരഞ്ജിത്തിനോട് ചോദിച്ചാൽ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ അവനെ തിരയാൻ തുടങ്ങി. പക്ഷെ അവന്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവനെ കാണാനില്ല. അവനും അവന്റെ ഫ്രണ്ട്സും ആ നാട്ടിൽ നിന്ന് തന്നെ കാണാതായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ചെയ്തത് അവനെയും അവന്റെ ഫ്രണ്ട്സിന്റെയും ഫോൺ കോൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഗോവയിൽ നിന്ന് മനോരഞ്ജിത്തിനെയും അവന്റെ ചില ഫ്രണ്ട്സിനെയും കണ്ടെത്തി. ചെന്നൈയിൽ നിന്ന് മറ്റു ചില ഫ്രണ്ട്സിനെയും കണ്ടെത്തി. അവരെല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മനോരഞ്ജിത്ത് പറഞ്ഞത് വിനോദിനി അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വലസ എന്ന സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരും ചില ദിവസങ്ങളിൽ അവിടെ തന്നെ താമസിച്ചു. ഈ സമയത്ത് മനോരഞ്ജിത്തിന് അറിയാൻ കഴിഞ്ഞത് വിനോദിനിക്ക് മറ്റു ചില ആൺസുഹൃത്തുക്കളുമായി ബന്ധമുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി അവരുമായി സംസാരിക്കാറുണ്ടെന്ന് മനസ്സിലായി. ഇക്കാര്യം അവൻ വിനോദിനിയോട് ചോദിച്ചു. എന്നാൽ അവൾ പറഞ്ഞത്, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയല്ല, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം. ഇക്കാര്യം പറഞ്ഞ് വീണ്ടും അവർക്കിടയിൽ പ്രശ്നമുണ്ടായി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും സ്വകാര്യതയിലായിരിക്കുന്ന സമയത്ത് ഇതേ ചൊല്ലി വീണ്ടും പ്രശ്നം വന്നു. ഈ സമയം വിനോദിനി പറഞ്ഞത്, നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ എന്നെ കൊന്നുകളായെന്ന്. ദേഷ്യം വന്ന മനോരഞ്ജിത്തും അടുത്തുണ്ടായിരുന്ന ഒരു വലിയ തടിയെടുത്ത് അവളുടെ തലയിൽ അടിച്ചു തന്നെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് അവന്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നു. അവന്റെ കൂട്ടുകാർക്കിടയിൽ 17 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അവനും ഈ കൊലപാതകം മറയ്ക്കാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു കേസ് വ്യക്തമായി പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോഴും ഇതുപോലുള്ള പ്രണയങ്ങളും ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ എത്ര തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ഇതൊന്നും അവസാനിക്കാനും പോകുന്നില്ല. അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കൂട്ടുകാരായി സഹായിക്കാൻ നിങ്ങൾ മാത്രം പോകരുത്. അവസാനം പോലീസ് നിങ്ങളെ ആയിരിക്കും തിരയുന്നത്. കാരണം അവർക്ക് കൊല്ലാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഏതോ ഒരു രീതിയിൽ അവർക്ക് എന്തോ ഒരു ലാഭം ഉണ്ടായിരിക്കാം. നിങ്ങൾ വെറുതെ ചെന്ന് സൗഹൃദമാണെന്ന് കരുതി ആ വലയിൽ ചാടരുത്. നിങ്ങളുള്ള ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ളവർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത്. അതിനാൽ ദയവ് ചെയ്ത് കൂട്ടുകാരൻ സഹായത്തിന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ സഹായിക്കാനായി പോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഈ ഒരു കേസിനെ കുറിച്ചും സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.